അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഏഷ്യൻ വിഭാഗത്തിൽപ്പെട്ട ചരിത്രമല്ല പറയണം. ഈ ചരിത്രം ലോകത്തിന്റെ. ആ ലോകത്തിന്റെ ചരിത്രം എന്താണ് പറഞ്ഞിരിക്കുന്നത്? നമ്മൾ ഏഴ് മന്വന്തരം അല്ല, ഏഴല്ല, 14 മന്വന്തരം. അതിൽ 7ാമത് മന്വന്തരമാണ് ഇപ്പൊ നടക്കുന്നത്. 6 മന്വന്തരം കാര്യമായിട്ട് നടന്നു, അതിന്റെ വേണ്ട വിധം നടന്നു. 7ാമത്തെ മന്വന്തരത്തില് 3ാമത്തെ ചതുർയുഗത്തിൽ, ആ ചതുർയുഗത്തിൽ വന്ന ഒരു ആചാര്യന്റെ യുക്തിപരമായ പ്രവൃത്തി കൊണ്ട് ഒരു തെറ്റ് പറ്റിയതാണ്. ആ തെറ്റ് എങ്ങനെ പറ്റിയിരിക്കുകയാണ്? ഇപ്പൊ ഞാൻ ഒരു പ്രവൃത്തി ചെയ്യുന്നു, നിങ്ങൾ അത് കണ്ട് അനുകരിച്ച് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ ഓരോരുത്തരും അംഗീകരിച്ചു. അങ്ങനെ ഒരു 10-15 തലമുറ കഴിയുമ്പോൾ ഈ പ്രവൃത്തിയുടെ എല്ലാം ഉടമ നമ്മളാണ്. അത് മനസ്സിലാകുന്നതെന്ന് അറിയില്ല. സ്ഥാപിച്ചു എന്നുള്ള അർത്ഥത്തിലല്ലേ? ആ പരമ്പര സ്ഥാപിച്ചുകൊണ്ടല്ലേ? അതെ, സ്ഥാപിച്ചില്ല എന്നല്ല. നമ്മളൊരു 10-15 തലമുറ ഇങ്ങനെ വന്നിട്ട് എങ്ങനെ മുഴുവനല്ല, നമ്മൾ എന്തോ പ്രവൃത്തിയാവും. നമ്മൾ മനുഷ്യലോകത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ട, തിന്നേണ്ടതും ഉടുക്കേണ്ടതും കുളിക്കേണ്ടതും ഒന്നും അറിയാൻ വയ്യാത്ത ഒരു കാട്ട മനുഷ്യരല്ലായിരുന്നു നമ്മൾ. ആണല്ലേ? അപ്പൊ അത് ഒരു മനുഷ്യൻ വന്നിട്ട് ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കാൻ തുടങ്ങി. എങ്ങനെ? അതിന് ദൈവം ബോധം കൊടുത്ത് എങ്ങനെയാണ്? ഈ വസ്ത്രം ഉണ്ടാക്കാൻ, ഈ ഇരുമ്പ് കണ്ടുപിടിക്കാൻ, കൃഷി ചെയ്യാൻ. അപ്പൊ ഇരുമ്പിന്റെ അത് കൃഷിയില്ല. അപ്പൊ ഇരുമ്പ് കണ്ടുപിടിച്ച ആദ്യം അങ്ങനെ. അപ്പൊ നമ്മളെ ഗുരുവന്മാര് ബുദ്ധിയില്ലാത്തവരാണെന്ന് പറയുന്നത് ശരിയല്ല. ആ ഇരുമ്പ് കണ്ടുപിടിച്ച ആദ്യം. അങ്ങനെ മരം വെട്ടി മുറിക്കാനുള്ള സാധനം അതുകൊണ്ടുണ്ടാക്കി. എന്നിട്ട് അത് പണിതെടുക്കാനുള്ള കാര്യങ്ങൾ കണ്ടുപിടിച്ചു. അങ്ങനെ വെട്ടി വേവിച്ച് തിന്നാനുള്ള കാര്യങ്ങൾ കണ്ടുപിടിച്ചു. അങ്ങനെ ഓരോന്നും കണ്ടുപിടിച്ചതിന് ശേഷം അങ്ങനെ ഒരു തുടർച്ചാവകാശം. അതിന് നമ്മള് അങ്ങനെ കണ്ടുപിടിച്ച ബുദ്ധിമാനെ വേറെ ഇങ്ങോട്ട് വന്നിട്ട് അല്ലെങ്കിൽ പഠനം തരുന്നവന് അവനെ തിരിക്കാൻ വേണ്ടി നമ്മുടെ പൂർവന്മാരായ ആ വൈദിക കർമ്മക്കാരെ വീണ്ടും തെറ്റിച്ചു. ഇത് തെറ്റിച്ചു ഈ 4 കാര്യങ്ങൾ ചെയ്ത അതാത് തൊഴിൽ കണ്ടുപിടിച്ച് ചെയ്തെടുത്തവനെ അതിന്റെ ഉടമയാക്കി കളഞ്ഞു. കേരളത്തിൽ ബുദ്ധിയാണ്. ചാതുർവർണ്ണ്യം പോലെ തന്നെ അത് വേറൊരു പണിയാണ്. അത് ഏറ്റവും പിടിച്ചു നിൽക്കുന്നത് ആശാരി, മൂശാരി, കൊല്ലത്തക്കാർ, ഈ 4 വർഗക്കാരിലാണ്. അവരെന്താണ് ഭാഗതിരിച്ചു കളഞ്ഞു. നമ്മുടെ ആദ്യത്തെ പണിതാപം ഉണ്ടാകുന്നത് മരപ്പണി, മറ്റേ ആചാരി എന്നുള്ള ഭാഗത്ത് ആ പണി ആര് ചെയ്താലും ഉണ്ടാകുന്നു. അല്ല ഇതിന്റെ അങ്ങനെ ഏത് പ്രവൃത്തി ഉണ്ടാവില്ലേ? അന്ന് ഇതിനെ ഇങ്ങനെ ജാതി തിരിക്കണം. അവരതിന്റെ എന്നിട്ട് അവനൊരു പ്രത്യേക ദൈവത്തെ വെച്ചു എന്ത് ചെയ്തു? വിശ്വകർമ്മ. എന്നിട്ട് അവൻ ഇടതുവശത്തൂടി നൂലിക്കെത്തി കൊടുത്ത് ഇരിക്കുന്നു. എന്നിട്ട് അതൊരു പിന്നെ ബ്രഹ്മനൂലായിട്ട് അവൻ കൊടുത്തു. അപ്പൊ പിന്നെ മുഖത്തെ ഇത് സ്വർണം കൊണ്ടുണ്ടാക്കിയവനാണ് ആശൻ. പിന്നെ ക്ഷേത്രത്തിന്റെ കണക്കിവന് കൊടുത്തു. ക്ഷേത്രം അവൻ പറഞ്ഞാൽ അവനാണ് അവകാശം എന്ന് വെച്ചിട്ട് അവനൊരു അവകാശം അതിക്കിന് കൊടുത്തു. ഇങ്ങനെ വെച്ചിട്ട് അവനൊരു ആ നാടിന്റെ കൊല്ലം തെറ്റാൻ ആചാര്യ മൂശാരി എന്നുള്ള അവകാശം അവർക്ക് കൊടുത്തിട്ട് അവനെ കൊണ്ട് ഇതെല്ലാം വേറെ എത്തിച്ച് ക്ഷേത്രം പണിത് കഴിയുന്നവരെ അവനാകത്ത്. പണിത് വെച്ചാലും അങ്ങനെ എല്ലാ കാര്യത്തിലും ഇവനാണ് വെളിയിലാക്കും. വെളിയിലാക്കിയെല്ലാം കർമ്മം നടത്തില്ല. പിന്നെ ഉള്ളിൽ കയറാനല്ല അവിടെ അകത്ത് കയറാൻ അധികാരം. അവന് ഇത് തീർത്ഥം കുറഞ്ഞ് വെളിയിലാക്കിയത്. എന്നിട്ട് അവന് ഇതൊന്ന് പണിതാണല്ലോ ഒന്ന് കാണണമെന്ന് വിചാരിച്ചാൽ അവരെ കാണാനും. ആ നിലയെ കർമ്മം കൊണ്ട് നമ്മളെ ദൂരീകരിച്ചു നിർത്തിയിട്ട് പിന്നെ എന്ത് ചെയ്തു? ഇങ്ങനെ ഓരോ ആരാധന ഓരോ കാലത്ത് വന്നു. ഇങ്ങനെ 6 മന്വന്തരങ്ങൾ കഴിഞ്ഞ കഥയാണ്.
ഏഴാമത്തെ മന്വന്തരം വന്നപ്പോ ഇയാൾ എന്ത് ചെയ്തു? ഇതൊക്കെ ഏത് പരമ്പരയിൽ നിന്ന് വന്നത് നോക്കിയപ്പോ എന്റെ പരമ്പരയിൽ നിന്ന് വന്നത് ആരുടെ? നോക്കിയാളിന്റെ നോക്കിയാളിന്റെ ആളാണ് പരമ്പര. മനോരമ്പരയല്ലേ? മനോരമ്പരയാണ്. മനോരമ്പരയായി ഇരുന്നപ്പോ അവൻ നോക്കിയപ്പോ എങ്ങനെയാണ് തരംതിരിവല്ല. അങ്ങനെ ഒരു മണ്ടത്തരെ പറ്റി. ഇപ്പൊ എന്റെ അച്ഛൻ ചെയ്യുന്ന ഓരോന്നും ഞാനും ചെയ്താലും എന്റെ അച്ഛന്റെ കർമ്മം എന്നോട് ചേർന്നിരിക്കുകയാണ്. അപ്പൊ ഞാനും കൂടി അത് ചെയ്താൽ ഞാനായില്ലേ കർമ്മം? ഇത്ര തലയ്ക്ക് നമ്മുടെ മനോദോട് ചിന്തിക്കാൻ. അപ്പൊ എന്റെ അച്ഛന്റെ കർമ്മം എന്റെ അമ്മയുടെ കർമ്മം രണ്ടും ഞാൻ ഏറ്റെടുത്ത് ചെയ്തപ്പോഴത്തായി എന്റെ കർമ്മമായി. ഞാനത് ഞാൻ ചെയ്തിരുന്നു. ഓക്കെ, എനിക്ക് ആരുടെ ഇത് ആരുടെ പണി. അപ്പൊ നോക്കിയപ്പോ ഇത് എല്ലാ കർമ്മത്തിലും എല്ലാത്തിലും ഞാൻ തന്നെ കാണും. നോക്കിയിട്ട് അപ്പൊ പഞ്ചഭൂതങ്ങളിൽ നോക്കിയാലും ഞാൻ, പഞ്ച ഇന്ദ്രിയങ്ങളിൽ നോക്കിയാല്, പഞ്ചകോശങ്ങളിൽ നോക്കിയാല്, പഞ്ചമാത്രയിൽ നോക്കിയാല്. അപ്പൊ ഇങ്ങനെ ഇറങ്ങി സകല ചിന്തക്കൊല്ലും സകല അണക്കല്ലും ഇങ്ങനെ പ്രവേശിക്കും ഞാൻ. ഇതാണ് അണപുരമാർത്തി. ഞാനേ ഉള്ളൂ. അപ്പൊ ഞാനേ മറ്റത് മറഞ്ഞു മറ്റത് മറന്നു. അപ്പൊ ആഴമായ ബ്രഹ്മണ്ടായി. അപ്പൊ ആർക്കും ബ്രഹ്മമാകാൻ സർവം കല്ലിട ബ്രഹ്മം പദം. ഇങ്ങനെ പറഞ്ഞതിന്റെ രഹസ്യം നമ്മൾ മനസ്സിലാക്കി. അതുകൊണ്ട് ഈ പഞ്ചമഹാവാക്യവും ചതുർവേദവും ചതുർവാക്യവും ഇതിനൊപ്പം അതുവരെ അത് പറഞ്ഞത് ഇത് അകം ബ്രഹ്മം. ഇത് വന്നിട്ടൊരു നമുക്കിത് എവിടെയാണ് ഇതിന്റെ കാര്യം കേട്ടതെന്ന് അറിയാൻ വയ്യാത്ത ആളുകളിലേക്ക് ഇത് പ്രവേശിച്ചപ്പോ അതുപോലെ ആരാധന ക്രമങ്ങൾ തന്നെ താഴോട്ട് വന്നിട്ട് സകലത് അവൻ വിചാരിക്കുന്നതൊക്കെ ആയി. അങ്ങനെ വന്നപ്പോഴാണ് ഇത് പറ്റിയില്ല. അതിന് അന്ന് മുതൽ ബ്രഹ്മനിശ്ചയം പലരും പറക്കുകയാണ്. ഇന്ന് ഇറക്കിയ കർമ്മമല്ല, ചതുർയുഗങ്ങളായിട്ട് ഇറക്കിക്കൊണ്ടിരിക്കുക. പക്ഷേ ഒരു തരത്തിലും നമ്മുടെ ഈ മൗനം നിൽക്കുന്ന കർമ്മത്തെ ത്യജിക്കാൻ സാധിക്കുന്നില്ല. നമ്മുടെ മുൻഗാമികളും ചെയ്തു പോയ കർമ്മത്തെ നമുക്ക് തെറ്റിക്കാൻ കഴിയുന്നില്ല. പല രീതി പാശ്ചാത്യ രാജ്യത്തോടെ ഇത് ആ ശക്തമായ നിലയിൽ അവർ വളർന്നെന്നല്ലേ പറയുന്നത്. പക്ഷെ അവർ ഓരോരുത്തരും തിരിഞ്ഞ് തലയോടുകയാണ്. കാണുമല്ലേ, ഇത്രയും തികഞ്ഞ ഒരു ത്യാഗം സഹിച്ച് അക്ഷരം ഉണ്ടാക്കി, ആ അക്ഷരം ലോകർക്ക് കൊടുത്ത് കലാസമതി ഉണ്ടാക്കി സകലത് കൊടുത്തു. പക്ഷെ ഇനി അവർ സ്വയം പിന്തിരിഞ്ഞ് തലയോടുകയാണ്. ആ കർമ്മത്തിൽ എത്തി നിൽക്കുന്നു. ഇത് കണ്ടിട്ട് നമുക്ക് ഒന്നും അറിയാൻ വയ്യാത്ത യാതൊരു അക്ഷരാഭ്യാസം ഇല്ലാത്ത നമുക്ക് ഈ കർമ്മം കൊടിയാണ്. എന്തിനു വേണ്ടി? ഇന്ന് പണ്ടിന്റെ കൈ കൊണ്ട് കൊടുത്താൽ ഈ സർവം കല്ലിതം ബ്രഹ്മം എന്ന് പറഞ്ഞാൽ അതിന്റെ അപ്പോട്ട് പോകും. അങ്ങനെ പോയാൽ ഈ വഴി തെറ്റിക്കിടക്കും. അതാണ് ആ ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞു പോകുന്ന ആ വഴിയിൽ പറ്റിയ തെറ്റ് എവിടെ വെക്കുന്നു എന്ന് നമ്മളെ കാണിച്ചു വന്നിട്ട് വഴി തിരുത്തുകയാണ്. അല്ലാതെ നമ്മളത് സ്വാമിയാവാനും
ഒരു പാരമ്പര്യം അനുസരിച്ച് നമ്മളങ്ങ് സ്വയം എടുക്കുന്നതാണോ, ആ കർമ്മത്തിന്റെ ഉടമയായിക്കൊണ്ട് മറ്റുള്ളവരെ ചുറ്റിച്ച് വെള്ളം കുടിപ്പിച്ചാലോ ഒന്നും അല്ല മതി. ഇതെന്തിനാണ് നമ്മളിലേക്ക് വന്നു ചേർന്നിരിക്കുന്ന ഈ ദൈവനീതി അല്ലെങ്കിൽ ആ ദൈവസഹായം നമ്മുടെ പാരമ്പര്യത്തിലുള്ള മക്കൾക്കും നമ്മുടെ പിൻഗാമികളായിരിക്കുന്ന മക്കൾക്കും ഈ ലോകമക്കൾ ആരെല്ലാവരും അവന്മാർക്ക് ഒരുമിച്ച് വളരാൻ ഉള്ള കർമ്മത്തിന്റെ ഉടമ സാധിക്കുകയാണോ? അതെങ്ങനെയാണ്? നമുക്കൊരു അവകാശം തന്നിരിക്കുക. ഒരു ദിവസം വിളിച്ചു നടത്തിയതുപോലെ ഞാൻ പറഞ്ഞു, അതുപോലെ ഈ പറഞ്ഞ ആദ്യം എന്ത് ചെയ്തു? ഈ ത്രിമൂർത്തി വന്ന് ഇങ്ങനെ വന്നു ചേർന്നിരിക്കുന്ന ഒരു ദേവൻ പ്രത്യക്ഷമായാൽ നമുക്കെല്ലാമായി എന്നാണ് പണ്ഡിതന്റെ കാണാൻ. അപ്പൊ അതനുസരിച്ച് വാസുദേവനെയും പ്രത്യക്ഷമാക്കി കണ്ട് പൂർണ്ണമാണ്. അവന്റെ പരമ്പര പൂർണ്ണമാണ്. അവനെല്ലാം ഉള്ളതാണ്. ഒരു പിശാചും ഒരു മനസ്ഥിതിയും ഇല്ലാത്തതായിട്ട് നമുക്ക് പറയാൻ അവകാശമില്ല. കിട്ടി. അതിന് ശേഷം അതൊരു കടുത്താണ് എന്ന് വീണ്ടും അതില്ലാത്തതാണ്. അപ്പൊ ഇത് മായയിലേക്ക് പോകുന്നു. അതെന്താ ഈ മായ? ഇതില്ലാത്തതാണെന്ന് പറയാൻ കാരണവും അതേപ്പറ്റി ചിന്തിക്കാത്തത്. അത് ചിന്തിച്ച് വന്നപ്പോഴത്തേക്ക് എന്ത് പറ്റി? അത് ഉള്ളതാണ്. എന്നിട്ട് അവിടെ എങ്ങനെയാണ് നമ്മളെ തറപ്പിക്കുന്നത്? ഇത് ചെയ്ത് പൂർത്തിയാക്കി വന്നപ്പോ അവിടെ ഇത് ഒക്കുന്നില്ല. അതെന്ത് കാരണം? അവനറിയാൻ വയ്യ. അതുപോലെ ചെല്ലുമ്പോഴുന്ന എല്ലാം ഒത്തിരിക്കുന്നു. ത്രിമൂർത്തികളുടെ ഭാഗത്ത് ചെയ്ത കച്ചറയും കത്രിയും പോലെ ആരുകും. കത്രിയുടെ നിങ്ങളുടെ മത അനുയായികൾ ചെയ്യുന്ന വളരെ അനുഭവം. പലവും അങ്ങനെ നിന്നപ്പോഴാണ് പറഞ്ഞു വരുന്നത് ഇന്നതാണ് കാരണം. അങ്ങനെ പറഞ്ഞു കിട്ടിയ കാര്യമാണ്. അതിന് ശേഷം ഇന്നെ തിരുത്താൻ ഇന്ന പൂർത്തീകരണം എന്നും പറഞ്ഞു ഇവിടെ ചെയ്യും. അതെല്ലാം ചെയ്തിട്ടു. അത് സൂക്ഷ്മത്തില് ആ കർമ്മഭാഗം പ്രാപിച്ചു നിന്നിരുന്ന കർമ്മവിചാര എന്താണോ അത് കൂട്ടിച്ചെല്ലുന്നു. അതില്ലാതെ ഒരു വിത പൊട്ടിയാൽ അവന്റെ നിൽക്കും. പിന്നെ അതിനോട് തുടങ്ങുമ്പോൾ ആ മണ്ണിൽ പ്രവേശിച്ചിരിക്കുന്ന വാദകങ്ങൾ. ഈ വാദകങ്ങൾ മാറണമെങ്കിൽ കാലങ്ങൾ എത്ര ചെല്ലും? പുസ്തകങ്ങൾ ഒരു പോക്കറ്റ് ഇതിന്റെ ഒരു വീരഞ്ച് പോയി ഇതിന്റെ വാദകങ്ങൾ എന്തൊക്കെയാണെന്ന് അവർക്ക് കൂട്ടി അവർക്കെല്ലാം അറിയാം. അത് കണ്ടുപിടിക്കാനും അറിയാം. പക്ഷെ ഇത് കണ്ടുപിടിക്കാനാണെങ്കിൽ എന്തെങ്കിലും ഒരു മരുന്ന് നല്ലതാണ് കണ്ടുകൊണ്ടും കണ്ടുപിടിക്കുകയല്ല. അപ്പൊ ഈ വാദകങ്ങൾ അവർ പകർന്നു കിടക്കുന്നത് പോലെ ഈ വന്നിരിക്കുന്ന കർമ്മശേഷിയുടെ വാദകങ്ങൾ പകർന്നുണ്ട്. ഈ പകർന്നിരിക്കുന്ന വാദകങ്ങൾ ഇതിനുവേണ്ടി മാറിയിരിക്കുന്നു. നമ്മൾ ഈ ആദ്യം മറ്റൊരു പോലെ നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന വാക്കുകളെ പ്രയോഗിച്ചറിഞ്ഞ് പ്രാവർത്തികമാക്കിക്കൊണ്ട് അത് നമ്മുടെ സന്താനങ്ങളിലേക്ക് പകരണം. ഇത്രയും നേരെയുണ്ട്, ചെറുതല്ല. അപ്പൊ ഇതിനൊന്നും മനസ്സിലാകാതെ ഇവിടുത്തെ ഗൃഹശാസ്ത്രമെന്നോ ഇതിനത്തെ വിശ്വാസികളെന്നോ പറയുന്നതൊന്നും കഴപ്പില്ല. അല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലും ഇതിനു വേണ്ടി ചെയ്തിട്ട് ഇത് പൂർത്തീകരിക്കണം വാദങ്ങൾ എടുക്കും. അല്ല ഞങ്ങൾ ചെയ്തെന്ന ഒരു 10 ലക്ഷം രൂപ നിങ്ങൾ ഇവിടത്തേക്ക് കൊണ്ടുവന്നിട്ടാൽ പ്രവർത്തിച്ചിരിക്കുന്ന ഒരു കമ്പനിയെ കൊണ്ടുവന്ന് എടുക്കുന്ന പോലെ അല്ല. ഇവിടെ കമ്പനി ഇല്ല, ഇവിടെ ഉണ്ടാക്കിയെടുത്ത് ആ കമ്പനിയിലെ ബാക്കി എടുത്തിട്ട് നീ കുറഞ്ഞ അനുഭവം വന്നില്ല, അത് കുറഞ്ഞ വന്ന് അത് ഞാൻ എടുക്കേണ്ട ഞാൻ എത്ര കാലം ചെയ്യും എന്നിട്ട് നിങ്ങൾ വിരാപിച്ചിട്ട് സാധിക്കും. എന്താണ് വേണ്ടത്? 3 രൂപ അവിടെ തികർന്നു നിൽക്കുന്നു. അതിന് ആ പുസ്തക വൃത്തി നടത്താൻ തെറ്റിക്കയറാതെ ഇരിക്കാൻ തെറ്റിപ്പിക്കുന്ന കർമ്മത്തിന്റെ ഉടമയാക്കി എടുക്കാൻ നമ്മളെപ്പോഴും കഷ്ടപ്പെടും. വളരെ കഷ്ടപ്പെടും. ഉണ്മയിൽ ഉണ്ടാക്കുന്നതിനേക്കാളും വെച്ച് കെട്ടിയിട്ടുണ്ട്. പക്ഷെ ഇത് നിൽക്കാൻ പറ്റുന്നുണ്ട്.
എന്നത് പോലെ നിങ്ങൾ ഇപ്പോൾ ഇവിടെ 10 ലക്ഷം രൂപ എന്നുള്ള പ്രദേശത്ത് ഈ 10 ലക്ഷം രൂപ ഇപ്പോൾ ഉടനെ കാണാൻ പറ്റും. പ്രവൃത്തി ഉടനെ നേതൃത്വം സംശയമില്ല. പക്ഷെ അത് നമ്മൾ പ്രവർത്തിച്ച് ഉദ്യോഗപ്പെടെ ഒരു ഭാഗം. അപ്പൊ അതിനുവേണ്ടി നിങ്ങളുടെ മനസ്സൊന്ന് യുക്തിച്ച് പോയാൽ നിങ്ങളുടെ കർമ്മത്തിൽ ആ ചുരുക്കം വന്നാൽ നിങ്ങൾ തകിപ്പതിക്കാൻ വരുത്താൻ പറ്റും. അത് ജഗപ്പിള്ളയ്ക്ക് അതാണ് ആ ഇത് വരുത്താൻ നിർത്തുന്നതിന് അവിടെ ബാത്റൂം പ്രവർത്തിക്കുമ്പോൾ മറ്റുള്ളവരുടെ ഇല്ലാതെ ഭാഗ്യം ആ ഭാഗ്യത്തിനുള്ള നമുക്കുണ്ടായിഷ്ടം പറ്റിയാലോ അത് കൊടുത്ത് അവരെ ചേർന്ന അപ്പൊ ആ പല ഇപ്പൊ തരാം അതിന്റെ അതുകൊണ്ട് ചെയ്തു അതൊക്കെ അതിന്റെ കണക്കിന് നടന്നിട്ടില്ല. പക്ഷെ പ്രയാസം ക്ഷീണത്തെ വിഷമിച്ച് കുറെ അറിയാതെ തന്നെ വായിക്കുന്നതായി. പക്ഷെ ഞാൻ പറയുന്ന ചെറുപ്പമൊക്കെ ചിന്തിക്കേണ്ട അറിവില്ല. അത് സാഹിത്യ പദ്ധതി അപ്പൊ ഈ നാട്ടിൽ കൊണ്ട് തടയില്ലേ ഇടവിടായിട്ട് അതിന്റെ 10 വിദ്യാർത്ഥി 3 വിദ്യാർത്ഥി ഇവിടെ പറഞ്ഞു. അതിന്റെ നിങ്ങൾ എന്തെടുത്തു അതിന്റെ മൊത്തത്തിലേക്ക് നിങ്ങൾക്കും വരും. നിങ്ങൾ എന്തിനു വേണ്ടി ഉണ്ടാക്കി ഈ മക്കളെ വിദ്യാർത്ഥി ഇതിനാണ് 10 പേരെ നടക്കും. അപ്പൊ അതിന്റെ കർമ്മം നടത്തിക്കണ്ട് ഈ അതില്ലാത്തതുകൊണ്ട് എന്ത് പറ്റും ഉണ്ടാക്കി വെച്ചു. ഏത് വാക്ക് പറഞ്ഞിപ്പോ അങ്ങനെ അങ്ങനെ കിട്ടാൻ തോന്നിയിരിക്കുന്നതാണ് ഈ സംസാരം എവിടൊക്കെ ചിന്തിക്കണം. തീർച്ചയായും ഇപ്പൊ എനിക്ക് നീണ്ട ഒഴിച്ചു പറയണം. ഈ സഹായം ചെയ്യുന്നവരെ ഒഴിച്ചു പറയുന്ന ആവശ്യമൊന്നും ഉണ്ടായിരുന്നു. പക്ഷെ ഒഴിച്ച് പറയില്ല, പറയാൻ ആഗ്രഹിച്ചില്ല. അങ്ങനെയാണ് എന്റെ മക്കളെ അവനെ എനിക്ക് ഇഷ്ടം പറ്റില്ല. അവന് മനസ്സിലാക്കി ചെയ്യണം നേരെ. ഇതൊക്കെ ഞാൻ ആവശ്യപ്പെടെ പറഞ്ഞു എന്താണ് ചെയ്യുന്നത്. ഞാൻ എനിക്ക് പറഞ്ഞില്ല നീ ചെയ്യുന്നത് ചെയ്താണ് വെക്കണം നിർബന്ധമാണ്. നീ എല്ലാം ആദ്യം ചെയ്താൽ കൊടുക്കണം. ആ കർമ്മത്തിന്റെ പൂർവ്വ മനസ്സിലേക്ക് കിട്ടണം. നിന്റെ പൂർവ്വത് ആ ഭാഗ്യം സമ്പാദിച്ചിട്ട് ഇത് കൊടുക്കാനുള്ള ശുദ്ധിയാണ്. നീ നിങ്ങളുടെ പണി കിട്ടിയല്ലേ അത് ഞാൻ ശുദ്ധി എടുത്താണ് പറഞ്ഞ പറയാ. അപ്പൊ ഈ കർമ്മം ശുദ്ധിയാക്കണം ശുദ്ധിയാക്കണം എന്ന് പറഞ്ഞു വന്നപ്പോ ഞാൻ ഏത് വിഭാഗിക്കാറുള്ളത് ഏതെങ്കിലും ബ്രഹ്മവിഭാഗം ഈ ജ്ഞാനിക്കാറുള്ളത്. അപ്പൊ എന്തും നിങ്ങൾ എഴുതുന്നത് നിങ്ങളുടെ കർമ്മത്തിന്റെ യോഗ്യതയാണ് സമ്പൂർണ്ണ പദവി നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ട്. എങ്കിൽ നിങ്ങൾ ചെയ്യണം. അതെങ്ങനെ ചെയ്ത് പഠിപ്പിച്ചു അതാണ് ഇന്നത്തെ പറയുന്നത്. അത് ഭാര്യയാണ് ഭർത്തയായിട്ട് പറയുന്നതാണ്. അങ്ങനെ തട്ടാങ്ങളുടെ അപ്പുറത്ത് കിടക്കുന്ന ആ ദേഷ്യം ആ വൃത്തിയെന്ന് പറയുന്ന അതൊന്നിലേക്ക് വരണം. അതല്ല ഗ്രഹങ്ങളുടെ അപ്പുറത്ത് ആദ്യം ഉണ്ടാക്കി അവരും ഉണ്ടോ
ചട്ടാടമ കവിഞ്ഞ് പുറത്തിറക്കിയവരുണ്ടെങ്കിൽ ഇങ്ങനെ പിടിച്ചടക്കി കവിഞ്ഞ് വന്നാലേ അല്ലേ ഇവിടെ കവിഞ്ഞ് പുറത്താക്കി കേരളമായി കിടന്നവരെ മുട്ടായി ചെറിയ വെച്ചിട്ട് തിരികെ തകരയിൽ കൊണ്ടുവന്നു. അപ്പൊ ഈ ഇടക്കാലത്ത് എല്ലാവരും ഒരുമിച്ച് കൂടി ഈ കർമ്മത്തെ അവനെ കൊണ്ട് പൊക്കിയെടുക്കും. അവനെ കൊണ്ട് തന്നെ പൊക്കിയെടുപ്പിക്കണം. അതിന് നിങ്ങൾ ഈ പറഞ്ഞ പ്ലാൻ അത് ഞാൻ ചെയ്യിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ അതിന് പങ്കുകൊണ്ടാണ് ഇല്ല നിങ്ങൾ ഇതിനകത്ത് എന്റെ വായിക്കുന്നു. നിങ്ങൾ വേണമെങ്കിൽ കേട്ടോ, അത് എന്റെ നിങ്ങളുള്ളതല്ല. ഞാൻ നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു പരമ്പരയുടെ തുടർച്ചാവകാശത്തിക്കാൻ പൂർണ്ണരൂപം പ്രാപിച്ചു നിൽക്കുന്ന ബ്രഹ്മത്തിത്തവയാണ്. ആ ബ്രഹ്മസ്വഭാവം നമ്മൾ ഓരോരുത്തർക്കും ഒതുങ്ങിയിരിക്കൊണ്ട് ഒരു പട്ടിയിലും പൂച്ചയിലും ഒരുപോലെയാണ് ബ്രഹ്മയിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് മനുഷ്യനല്ല അവിടെ കിടന്നത്. മനുഷ്യനായി നിന്നുകൊണ്ട് ധർമ്മത്തിന്റെ ബഹളം മുഴക്കുന്ന ആ ധർമ്മഗതിയിൽ നിന്നുകൊണ്ട് ഇവൻ ഇതാണ് അദ്ദേഹം. ഇത് നിങ്ങൾക്ക് മനസ്സിലാണ്. ആ കർമ്മം നിങ്ങളെ കണ്ടുപിടിക്കുകയാണ്. ഇത് ഓർമ്മ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള സ്ഥലത്ത് വന്നിട്ട് ഏതെങ്കിലും പിടിച്ചവരുടെ വഴി അങ്ങാടിക്കകത്ത് കേട്ട ചെറിയ വിരളില്ലാത്ത ഉത്തരമില്ലാത്ത കർമ്മത്തിന്റെ ഉടമയായി ഇതിനകത്ത് വന്നു കിടന്ന് പ്രവർത്തിച്ചിട്ടേക്കും. നിങ്ങൾക്ക് നാട് വന്നാൽ പിന്നെ ആർക്കും തട്ടിയെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ ചെയ്യത്ത കർമ്മം എന്താണ്? നിങ്ങൾ ചെയ്യത്ത കർമ്മം എന്താണ്? നിങ്ങളുടെ മനസ്സിലാക്കാൻ മനസ്സിലാക്കാൻ വേണ്ടി ചെയ്യുന്ന കർമ്മത്തിന്റെ ഉടമയാണ് നിങ്ങൾ ഓരോരുത്തരും. എനിക്കിത് കണ്ടിട്ടെടുത്തോണ്ട് പോകാൻ നിങ്ങൾ ഒരു മമ്മൂട്ടിയുടെ തോൽക്കാൻ ഒരു കരണ്ടിയുടെ തോൽക്കുന്നെങ്കിൽ ഒരു ഓരോരുത്തരും ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ഉടമയാകുക. നീ കൂലിക്കാത്ത വേറെത്താൻ മുന്നോട്ട് അതോട് കർമ്മത്തിന്റെ ഉടമയാകും. ശ്രമത്തിലേക്ക് കിട്ടുകയാണെങ്കിൽ അതിന്റെ പ്രസ്ഥാനത്തിൽ ആ കർമ്മത്തിന്റെ ഉടമയാകുന്ന ഓരോ വസ്തുക്കളുടെ അതിനെ തനിക്ക് നടത്താൻ സന്താനങ്ങളാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. എന്താണ് വേണ്ടതെന്ന് നിങ്ങൾ ചിന്തിക്കും. ഇത് ഇപ്പൊ പറയാൻ കാരണം ഇവിടെ ഈ ഹിന്ദുക്കളുടെ നടക്കുന്ന തൊഴിലുറപ്പ് സമ്പ്രദായത്തിൽ തന്നിരിക്കുന്ന അമ്മയോട് മാറ്റാൻ നമുക്ക് പറഞ്ഞിരിക്കുന്ന ഭാഷ ഒന്നും കടവും സംഘടിക്കും 3 വരെയാക്കി ആരാധിക്കുന്ന തർക്കത്തിന് ഗോൾ കൊടുത്താൽ ഇന്നതാണെന്ന് കാണിച്ചു വന്നത്. ആ കാണിച്ചു വന്ന തർക്കത്തിൽ ഞങ്ങളിങ്ങനെ വ്യത്യസ്തം കാരണം രാജ്യം പുറത്ത് അതിനാണ് വർഷങ്ങളുടെ ഭാഗത്ത് വർത്തിക്കൊണ്ട് അതിനെ പിടിച്ചെടുത്തിട്ട് അതിന്റെ ആ ദുഷിച്ച അപ്പനെ പൊട്ടിക്കുന്നുണ്ട്. അതിന് യോഗാഗ്നി എന്ന് പറയും. ആ പിടിപ്പിച്ചുകൊണ്ട് അവിടെ ആ ബ്രഹ്മനിശ്ചയപ്രകാരം കാണിക്കുന്ന നക്ഷത്ര പ്രസക്ത അത് സ്ഥിരീകരിക്കുന്നുണ്ട്. അതിന് നമ്മുടെ വിജ്ഞാനം അത് അത് ഒന്നുവഴിയ അത് അവിടെ സാധിച്ച പദമില്ല തർക്കമില്ല ഒന്നുമില്ല. ചെയ്തു വെക്കുന്ന ബോധത്തിൽ നിങ്ങൾ
What